കലൂരിലെ വേദിയിൽ നിന്ന് വീണ്ടും ഗുരുതര പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. മരുന്നുകളോട് മികച്ച രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെന്ന് ഉമാ തോമസ് ചികിത്സയിലുള്ള കൊച്ചി റൊണൈ മെഡിസിറ്റി വീട്ടിലെത്തിയല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് ഇന്നലെ പരിപാടിയിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവിന്റെ പ്രതികരണമാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. മാത്രമല്ല, ഇത്രയും പേര് ഇവിടെ വരുമ്പോൾ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഇങ്ങനെ ആയിരുന്നോ? ഇവരപ്പോൾ എങ്ങനെയാണ് ഇത്രയും കാര്യം എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പരിപാടി കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോയാൽ ആരും ഇതിൻ്റെ പുറകെ ഇല്ലല്ലോ. MLA-ക്ക് ഒരു അപകടം പറ്റിയതുകൊണ്ടല്ലേ നിങ്ങൾ പോലും ഇത്രയും പണം വാങ്ങിയ ഒരു പരിപാടിയാണെന്ന് അറിയുന്നത്. ഇല്ലെങ്കിൽ ആരും ഇതറിയാൻ പോകുന്നില്ല. വലിയൊരു റെക്കോർഡ് കിട്ടിയെന്നുള്ള അഭിമാനത്തിൽ ചിലപ്പോൾ നമ്മൾ പോലും അതിനെ ആഘോഷിച്ചേക്കാം. നമ്മുടെ വിചാരം ഇതൊരു ഗവൺമെന്റ് പ്രോഗ്രാമാണ്, കേരളം എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നതാണെന്നൊക്കെയല്ലേ വിചാരിച്ചേ. ആദ്യം പറഞ്ഞത് ഇത് തന്നെയാണ് പറഞ്ഞത്. അതായത് തമിഴ്നാടിന്റെ റെക്കോർഡ് ഭേദിക്കാൻ വേണ്ടി കേരളം 12,000 നർത്തകരെ അണിനിരത്തിക്കൊണ്ട് റെക്കോർഡ് കരസ്ഥമാക്കാൻ നടത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് പറഞ്ഞത്. അതിൽ ദിവ്യ ഉണ്ണിയാണ് അത് ആദ്യം, വേറെ ആരോ ആണ് അത് ചിട്ടപ്പെടുത്തി അയച്ചിരുന്നത്. ഇടയിലാണ് ദിവ്യ ഉണ്ണി ചിട്ടപ്പെടുത്തി ഇതിലേക്ക് വരുന്നത്. ദിവ്യ ഉണ്ണിയുടെ ഒരു ചിട്ടപ്പെടുത്തൽ എനിക്ക് തോന്നുന്നു 2-3 മാസം മുമ്പാണ്. ആദ്യം വേറെ ആരോ ചിട്ടപ്പെടുത്തി, പിന്നെ അതിൽ മാറ്റം വരുത്തിയാണ് ദിവ്യ ഉണ്ണിയുടെ എൻട്രി എന്നാണ് എൻ്റെ ഓർമ്മ. വേണമായിരുന്നു 149, 199, 299. അതെ, അകത്ത് കയറാൻ ടിക്കറ്റ് ഉണ്ടായിരുന്നു. കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് കയറണമെങ്കിൽ വേണമായിരുന്നു. അങ്ങനെ പറഞ്ഞു. പക്ഷെ അതിന് വല്ലതും കുട്ടികളൊക്കെ അങ്ങോട്ട് കയറിയിരുന്ന ഇപ്പം എന്തായിരുന്ന അവസ്ഥ? ഇപ്പോൾ ഇതുപോലെ ഒരു ഉറപ്പില്ലാത്തൊരു സ്റ്റേജിൽ ഇതിനകത്ത് എവിടേക്കോ പറ്റിയിട്ടുള്ള പാളിച്ചകൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ലെ ഒരു ആളെന്ന നിലയിൽ നമുക്ക് ആധികാരികമായി അതിന് പറയാൻ റൈറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പൊതുപരിപാടി എന്നുള്ള നിലയിൽ ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അടക്കം വിടുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. പറ്റിയ പരിക്കിന് ഒരു അനുശോചനമോ കാര്യങ്ങളോ ഒക്കെ 2 ദിവസം കൊണ്ട് അങ്ങ് തീർന്നോ? പിന്നെ അതൊരു തീരാവേദനയായി അവസാനിക്കില്ലേ? അപ്പോൾ ഇതിനൊക്കെ ആണ് പറയുന്നത് അതോറിറ്റികളുടെ ശ്രദ്ധ. എവിടെ നിന്ന് പെർമിഷൻ കിട്ടണം, എങ്ങനെ നടത്തണം എന്നുള്ളത് കൃത്യമായി ആലോചിച്ച് മുന്നോട്ട് പോവാ. ഇനി ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരാതിരിക്കട്ടെ, ആരും കബളിപ്പിക്കപ്പെടാതിരിക്കട്ടെ. ഇല്ല ഒരു സർട്ടിഫിക്കറ്റ് നടത്തിയില്ല. കുട്ടികൾക്ക് കൊടുക്കും എൻ്റെ മോൾ ഇന്നലെയാണ് പറഞ്ഞത്. കുട്ടികൾ അങ്ങനെ എനിക്ക് അറിഞ്ഞിട്ടില്ല. എന്തായാലും ഇവർ 4 മണിക്കൂറോളം ബസ്സിൽ ഇരിക്കേണ്ടി വന്നു. ഇവിടെ നിന്ന് അവർ പെട്ടെന്ന് പുറത്താക്കി കുട്ടികളെ. ഉണ്ടായിരുന്നു, എല്ലാമായിട്ടുണ്ട്. ഇപ്പോൾ തൃക്കാക്കരയിൽ നിന്ന് ഇവിടം വരെ എത്താൻ 500 രൂപയോ മറ്റോ നമ്മൾ കൊടുത്തായിട്ടാണ് എൻ്റെ ഓർമ്മ. ഉണ്ടായിരുന്നു. താങ്കൾ എന്തായാലും ഈ പരിപാടി കാണാൻ നേരിട്ടുണ്ടായിരുന്നില്ല? ഞാൻ വന്നില്ല. കാര്യം എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു കടയുണ്ട്. അപ്പോൾ എനിക്ക് പരിചിതമായ സ്ഥലം, എൻ്റെ മകൾക്കും പരിചിതമാണ്. പിന്നെ വരണ്ടല്ലോ എന്ന് വിചാരിച്ചു. പരിപാടിക്ക് ശേഷം ഡാൻസ് ടീച്ചർ എന്തെങ്കിലും വിശദീകരണം നൽകിയോ? എന്തെങ്കിലും പറഞ്ഞു? ടീച്ചർ പറഞ്ഞത് ഇതാണ്, 3500 രൂപയാണ് നമ്മളോട് വാങ്ങിയത്. മൃദംഗനാദം എന്നാണ് പറഞ്ഞത്. പരിപാടിക്ക് ശേഷം ഇന്ന് ഞാൻ വിളിച്ചിരുന്നു. ആ പൈസ രജിസ്ട്രേഷനും ഈ കോസ്റ്റ്യൂമിനും എല്ലാം കൂടി ചേർത്താണോ? ഇവര് രജിസ്ട്രേഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. സംഘാടകരാരും ഇതിന് ഇത്ര സമയത്തിനുള്ളിൽ കോൺടാക്ട് ചെയ്തില്ല? ഇല്ല, ആരും കോൺടാക്ട് ചെയ്തു. അല്ല, സ്വന്തം ചെലവിൽ നമ്മുടെ സ്വന്തം ചെലവിൽ ഡാൻസ് സ്കൂൾ അറേഞ്ച് ചെയ്തു, നമ്മൾ പേ ചെയ്തതാണ്. അതെ, പെർ ഹെഡ്. രക്ഷിതാവ് ഉണ്ടെങ്കിൽ അവർക്ക് വേറെ കൊടുക്കണമായിരുന്നു. സീറ്റ് വെച്ച് പൈസ മേടിച്ച പോലെ. ആ സീറ്റിന് എത്ര രൂപയായിരുന്നു? എൻ്റെ ഓർമ്മയിൽ 300-500 എന്താണ്, കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. ബുക്ക് മൈ ഷോ വഴി ഉണ്ടായിരുന്നു. അതെ, ഗാലറിയിൽ ഇരുന്നേ 149, താഴെ ഇരിക്കണമെങ്കിൽ 299. വണ്ടിയിലായിരുന്നു, റോഡിലായിരുന്നു. അതെ, കുട്ടികളെ. കിട്ടില്ല എന്നുള്ളത് ഞെട്ടിപ്പോയത് അതാണ്. കോടിക്കണക്കിന് രൂപയാണ് ഇതിൻ്റെ പേരിൽ മേടിച്ചത്. സ്വകാര്യ വ്യക്തികൾക്ക് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് കമ്പനിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ. എൻ്റെ പരിമിതമായ അറിവിൽ സാധിക്കില്ലെന്നാണ്. പിന്നെ ഈ അതോറിറ്റികളുടെ എല്ലാം എഞ്ചിനീയറിംഗ് സെക്ഷനൊക്കെ വളരെ സ്ട്രോങ് ആണ്. GCDയുടെ ഇവിടെ GCDയിൽ കടമുറി എടുത്ത ആൾക്ക് ഒരു പെയിൻറ്റ് മാറ്റി അടിക്കണമെന്നുണ്ടെങ്കിൽ GCDയുടെ പെർമിഷൻ വേണം. അതുപോലെയുള്ള, അത് മാത്രമല്ല ഇത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള സ്റ്റേഡിയമാണ്. ഇവിടെ ഒരു ഗാലറിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾക്കൊക്കെ വളരെ അളവുകളുണ്ട്. മാത്രമല്ല ഇനി ഇത്രയും VIP-കൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന് PWD എഞ്ചിനീയർ വരെ വന്ന് നോക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയുകയാണ്. ഈ
ഉമാ തോമസ് എം എൽ എ വീണ് പരിക്കേറ്റ പരിപാടി ഈ പറയുന്ന 12,000 പേരെ അണിനിരത്തിക്കൊണ്ട് ഏറ്റവും വലിയ ആളുകൾ അണിനിരക്കുന്ന ഭരതനാട്യ പരിപാടി എന്ന ഗിന്നസ് റെക്കോർഡ് പരിപാടി, അത് നടി ദിവ്യാവണിയുടെ നേതൃത്വത്തിൽ ഒക്കെ നടക്കുന്ന പരിപാടിയായിരുന്നു. ഇതിന് ഓരോ പെർ ഹെഡിന് 4,000 രൂപ വീതം വാങ്ങി, അല്ലാതെ പൈസയും വാങ്ങി മൊത്തത്തിലൊരു കച്ചവട പരിപാടിയായിരുന്നു എന്നാണ് അതിൽ പങ്കെടുത്ത ഒരു നർത്തകിയുടെ മാതാപിതാക്കൾ പറയുന്നത്. അപ്പോൾ ആ പരിപാടിയെപ്പറ്റിയുള്ള കൂടുതൽ അന്വേഷണം നടക്കട്ടെ. എന്തായാലും ആ പരിപാടിയെപ്പറ്റിയുള്ള ഗുരുതര ആരോപണങ്ങൾ അതിൽ പങ്കെടുത്ത ആളുകൾ തന്നെ ഉന്നയിക്കുകയാണ്. ഈ പറയുന്ന വസ്ത്രം മറ്റൊരു കമ്പനി സ്പോൺസർ ചെയ്തെന്ന് പറയുമ്പോൾ പോലും വസ്ത്രത്തിന് വേണ്ടിയുള്ള പണമടക്കം വാങ്ങി, ഇത് കാണാമെന്ന രക്ഷിതാക്കളിൽ നിന്ന് വേറെയും പണം വാങ്ങി, ആ മൊത്തത്തിൽ കാശ് വാങ്ങുന്ന ഒരു പരിപാടിയായിരുന്നു. കാശ് വാങ്ങി ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പോൾ ഒരു പെർ ഹെഡ് 4,000 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിഭീകരമായ എമൗണ്ട് ഉണ്ടാവേണ്ട പരിപാടിയാണ്. ആ എമൗണ്ട് വാങ്ങിയിട്ട് ആ സ്റ്റേജിൽ അത്രയും ഗുരുതരമായ സുരക്ഷാ വീഴ്ച എന്തിനു വരുത്തി എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. ആ പരിപാടിയെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ നടക്കട്ടെ എന്തായാലും.